ആരാണ് ശരിക്കും പിതാവ്? ആരാണ് ശരിക്കും പുത്രൻ? ആരാണ് ശരിക്കും ഹോളി സ്പിരിറ്റ്? സോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? 3 ആണോ? 1 ആണോ? അല്ലെങ്കിൽ 3ഉം കൂടെ ഒന്നായിരിക്കുന്നതാണോ? സോ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കൺഫ്യൂഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടും ഇത് തന്നെയാണ്. എന്താണ് ഈ പിതാപുത്ര പരിശുദ്ധാത്മാ എന്ന് പറയുന്ന കൺസെപ്റ്റ്? എനിക്ക് തോന്നുന്നു 95-ൽ പരം ശതമാനം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത് പിതാവാം ദൈവമുണ്ട്, പുത്രനാം ദൈവം മറ്റൊന്നുണ്ട്, ഹോളി സ്പിരിറ്റ് നിന്ന് വേറൊരു ദൈവമുണ്ട്, 3 ദൈവങ്ങളാണ്, പക്ഷേ ഇത് 3 ഒന്നായിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരിതിനെ ഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൺസെപ്റ്റ് 2 രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് പുറമേയും, മറ്റ് രീതി എന്ന് പറഞ്ഞത് എനിക്ക് അകമേയും. പുറമേയും അകമേയും. ആദ്യം പുറമേ നോക്കാം. സോ പുറമേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റ്, എനിക്കെന്തായാലും ഒരു ആത്മാവുണ്ട്. അപ്പോൾ എന്നിലിരിക്കുന്ന ആത്മാവ് എവിടെ നിന്ന് വന്നു? എവിടെയോ നിന്നാണ് എൻ്റെ ആത്മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സോഴ്സുണ്ട്. സോ ആ സോഴ്സിനെയാണ് പിതാവെന്ന് പറയുന്നത്. നമ്മുടെ ബയോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരമുണ്ടായിരിക്കുന്നത് എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നാണ്. ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് എൻ്റെ ശരീരമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പുരുഷൻ അപ്പനെന്നും ആ സ്ത്രീ അമ്മയെന്നും വിളിക്കുന്നത്. കാരണം അവരാണ് ഈ ശരീരം ഉണ്ടാക്കി തന്നത്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവൻ വന്നിരിക്കുന്നത്, എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണൻ വന്നിരിക്കുന്നത്, എൻ്റെ ഉള്ളിലെ ജ്ഞാനം വന്നിരിക്കുന്നത്, എൻ്റെ ഉള്ളിലെ ബോധം വന്നിരിക്കുന്നത് മറ്റേതോ ഒരു സോഴ്സിൽ നിന്നാണ്. ആ സോഴ്സിൽ നിന്ന് വന്നതുകൊണ്ട് സോഴ്സിനെ പിതാവായിട്ടും ആ വന്നിരിക്കുന്ന ആ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ആ ഡിറൈവായിട്ട് വന്നിരിക്കുന്നതിനെ സണ്ണായിട്ടും പറയുന്നു, പുത്രനായിട്ടും പറയുന്നു. ഇനി ഇത് തമ്മിലൊരു ആക്ടിവേഷൻ പ്രോസസ്സുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇനി അകമേ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ 25-ാമത്തെ വയസ്സ് വരെ ഞാനൊരു മകനായിരുന്നു. ആ ഒരു അപ്പനും ഒരു അമ്മയ്ക്കും മകനായിട്ട് ഞാൻ 25 വയസ്സ് വരെ ജീവിക്കുമായിരുന്നു. 25 വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ അന്നേ വരെ മകനായിരുന്ന ഞാനിപ്പോൾ ആരായി? ഞാനൊരു പിതാവായി, ഞാനൊരു അച്ഛനായി. അപ്പോൾ എന്നിൽ തന്നെ പുത്രത്വവുമുണ്ട്, എന്നിൽ തന്നെ പിതൃത്വവുമുണ്ട്. അപ്പോൾ ഈ പിതൃത്വം ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രോസസ്സുമുണ്ട്. സോ ഈ പ്രോസസ്സാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന രീതിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പുറമേ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഴ്സിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ ആ സോഴ്സിനെ പിതാവെന്നും എന്നെ പുത്രനെന്നും പറയും. അപ്പോൾ ഈ സോഴ്സും ഞാനെന്ന് പറയുന്ന ഈ പുത്രനും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ്, ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ആക്ടിവേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ, ആ സിസ്റ്റത്തിനെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീസസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവിനെ കാണിച്ചു തരണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുമ്പോൾ യേശു എവിടെയോ കൊണ്ടുപോയി ഏതോ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തില്ല. പകരം പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൽ തന്നെ പിതൃത്വവും യേശുവിൽ തന്നെ സൺഷിപ്പും പുത്രത്വവും ഉണ്ടായിരുന്നു. സോ പിതൃത്വവും പുത്രത്വവും ഒരു വ്യക്തിയിൽ തന്നെയാണ്. പിതൃത്വവും പുത്രത്വവും ആക്റ്റീവായ ഒരു വ്യക്തിയിൽ ഹോളി സ്പിരിറ്റുമുണ്ട്. പിതൃത്വം ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ ഹോളി സ്പിരിറ്റും ആക്റ്റീവ് ആകത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. ഫൈൻ. ഒന്നുകൂടെ, പിതൃത്വം ആക്റ്റീവ് ആകുമ്പോഴേ ഹോളി സ്പിരിറ്റും ആക്റ്റീവ് ആകൂ എന്നുള്ളതാണ് സത്യം. കാരണം ഇത് തമ്മിലുള്ള ഇൻ്റർഫേസ്, പുത്രത്വവും പിതൃത്വവും തമ്മിലുള്ള ആ ഒരു ഇൻ്റർഫേസാണ് ശരിക്കും പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ്. സോ അതെവിടെ തന്നെയുണ്ട്? എന്നിൽ തന്നെ പിതാവുണ്ട്, എന്നിൽ തന്നെ പുത്രനുണ്ട്, എന്നിൽ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. ഇത് തേടി മറ്റൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുന്നതാണ് ഏറ്റവും വലിയ ഭോഷത്വം.